നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ക്യാരക്ടറിലെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്കുണ്ടോ, അതുപോലെ ഈ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. പേജ് ഓഫ് വാൺസ് ആണ്, Ace of Cups, Nine of Swords, the Empress, Ten of Pentacles, Six of Swords, the Devil, Temperance, Three of Swords, Four of Pentacles, Queen of Swords, Ten of Cups. ബോട്ടം എനർജി ഹെർമിറ്റ് ആണ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതിൻ്റെ റീസൺ പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്നത്, അവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും വഴക്കുകൾ നടന്നിട്ടുണ്ട്, എപ്പോഴും നടക്കാറുണ്ട് എന്നുള്ളതാണ്. പല സമയങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഹാർഡായിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളും അതെ, നിങ്ങളിവിടെ ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം വഴക്കിടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതാണ്. ആ ഒരു വഴക്ക് അല്ലെങ്കിൽ ദേഷ്യം രണ്ടുപേരും പരസ്പരം പല കാര്യങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ വഴി ഉണ്ടാവുന്ന ഇഷ്യൂസിൻ്റെ പേരിൽ രണ്ടുപേരും വഴക്കിടാറുണ്ട്, ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവാറുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നയൻ ഓഫ് സോഴ്സ് എനർജി, നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ചില സമയത്ത് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഇപ്പോഴും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതാണ്. കുറച്ച് ഹാർഡായിട്ടാണ് രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പെയിൻ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലാണ്, ടെൻഷനിലാണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും അതെ, അവരുടെ മനസ്സിനെ ഈ ഒരു നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് മനസ്സിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് മാറി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ തൽക്കാലം മാറി നിൽക്കാം എന്നുള്ളൊരു രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്ക് അവരത്രയും മാനസികമായിട്ട് ഹേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അവർ നിങ്ങളിൽ നിന്നും അകൽച്ചു വെച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് അവർ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴവർ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവരുടെ ഇമോഷൻ എന്താ എന്നുള്ളത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് അവർ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ അവർ ഇനി നെക്സ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർ മറച്ചു പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ ഇപ്പോഴവർ ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഇവിടെ ഇമോഷൻസ് ബാലൻസിലോട്ട് കൊണ്ടുവരിക, ടെമ്പറൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന ദേഷ്യത്തിലൊക്കെ അവർ ലിമിറ്റേഷൻസ് വെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ പോയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, അവർ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസ് ബാലൻസിലോട്ട് കൊണ്ടുവരണം. അവരുടെ ഈ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ
ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരിക്കുന്ന സ്വഭാവം അവർ മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിലെ ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അത്രയും നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം കാരണം തന്നെ അവരുടെ ആ ഒരു സ്വഭാവം, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന റിയാക്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവം മാറ്റണം. എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. കാരണം അവരിവിടെ എംപ്രസ് ലെവലിലാണ് നിങ്ങളെ കാണുന്നത്. ലൈഫ് പാർട്ട്ണറായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുപോലെ ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസും 10 ഓഫ് കപ്സുമാണ് വന്നിട്ടുള്ളത്. രണ്ടും ഫാമിലി കാർഡാണ്. അതുപോലെ ഇതൊരു പാർട്ട്ണർഷിപ്പിനെ, അതായത് പങ്കാളിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഒരു ലൈഫ് പാർട്ട്ണറെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലോട്ട് നിങ്ങളെ കൊണ്ടുവരണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. നീഡ് യു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരിക്കലും എൻഡ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതിനെ കാണിക്കുന്നത്. ഡൗട്ട് എന്നാണ്. നിങ്ങൾ അവരെ ഡൗട്ട്ഫുള്ളി അവരെ കാണരുത്. അവരുടെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് കൂളാണ്. അവർ ആ പറഞ്ഞതിലൊക്കെ പശ്ചാത്തപിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ്. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. മിഷൻ എന്നാണ്. അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരുത്തുന്ന ഒരു മിഷനിലാണ്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം, അല്ലെങ്കിൽ എന്തിനേയും ഒന്ന് ആലോചിക്കാതെ ഒരു റിയാക്ഷൻ ചെയ്യുന്ന സ്വഭാവം, അതിലൊക്കെ മാറ്റം വരുത്തണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഡിവൈൻ ഗൈഡൻസ് അവർ നേടുന്നുണ്ട്. എന്താണ് അവർ മുന്നോട്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് അവർ സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റഡ് എന്നാണ്. അവർ എപ്പോഴും ഈ റിലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. നിങ്ങൾക്ക് സയൻസ് കാണിക്കുന്നുണ്ടാവാം ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടാവാം. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് വരും, ഒരു സമാധാനവും സന്തോഷവും നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ കിട്ടും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും കിട്ടും. നിങ്ങൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ കിട്ടും എന്നുള്ളതാണ്. ദർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ മാറിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടുതൽ സ്ട്രെങ്തൻ ആവുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിക്കാനും ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനുമുള്ള ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ഡിസംബർ, ഫെബ്രുവരി, ജൂൺ 1989, 1999, 1987,
1988 അനീഴം, തിരുവോണം, ലെറ്റർ എൻ, ലെറ്റർ ഡി, മൂലം, ജൂലൈ, ലെറ്റർ ജെ, ലെറ്റർ എഫ്, 2001, 1990, 1985. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.